ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്നോട്ട്. അപ്പോൾ നമുക്ക് കുറേ നിങ്ങൾക്കറിയാം, നമ്മൾ നോർമലി ന്യൂ ഇയറിലേക്ക് കിടക്കുമ്പോൾ കുറേ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതിൽ പകുതി ആൾക്കാർ അല്ലെങ്കിൽ മുക്കാഭാഗം ആൾക്കാരും അത് ഫോളോ ചെയ്യാറില്ല, അത് വേറെ കാര്യം. പക്ഷെ അത് ഫോളോ ചെയ്യണവർ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നതും അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ ആണോ അതുകൊണ്ട് ഭയങ്കര മാറ്റങ്ങൾ വരുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ടെക് വീഡിയോസും അതുപോലെ തന്നെ ഫൈനാൻസ് വീഡിയോകളും ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്ന റെസൊല്യൂഷൻസ് ഒക്കെ ഇതിന്റെ ബാധകമായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ആക്ച്വലി ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന ഞാൻ എടുത്തേക്കുന്ന കുറച്ച് റെസൊല്യൂഷൻസുകളാണ്. പക്ഷെ അതിൽ ഫിറ്റ്നസ് പരമായിട്ടും അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ള റെസൊല്യൂഷൻസുകളും ഉണ്ട്, ഫൈനാൻഷ്യൽ റെസൊല്യൂഷൻസുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണുന്നവർ കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ കാണുന്നവർ കണ്ടുപോകും. നമ്മളതിൽ ഗാഡ്ജറ്റ് ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ന്യൂസ് കാണുക ഞാൻ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് ആക്ച്വലി ടെക് ഫീൽഡിലും അതുപോലെ തന്നെ ഫൈനാൻസ് ഫീൽഡിലും എക്സ്പീരിയൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കറന്റ് വർക്കിംഗും ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതല്ലാണ്ട് വേറെ സർട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫൈനാൻഷ്യൽ വീഡിയോസിന് മെയിൻ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെബി റൂൾസിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക റെക്കമെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫൈനാൻസ് വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ ഫൈനാൻസിൻ്റെ വീഡിയോ കാണുന്നവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി പറയുന്ന ആൾക്കാർ തന്നെ എലിജിബിൾ ആണോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം പറയാൻ. വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാർ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫൈനാൻസിൻ്റെ പ്രൊമോഷൻസ്, മെയിനായിട്ട് ഇൻഷുറൻസിൻ്റെ പ്രൊമോഷൻസൊക്കെ അവരുടെ നോർമൽ ഈ ഹിസ്റ്ററി വീഡിയോസും അങ്ങനത്തെ ഡെയിലി ന്യൂസിൻ്റെ വീഡിയോസൊക്കെ ചുമ്മാ അങ്ങനെ നമുക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അത് മാത്രമല്ല, ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ കുറിച്ച് ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ, ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രൊമോഷൻസ്, ഇൻഷുറൻസിൻ്റെ പ്രൊമോഷൻ, പോളിസി ബസാറിൻ്റെ പ്രൊമോഷൻസ്, 10 വയസ്സിനെ കുറിച്ച് വിവരമില്ലാത്തവരൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ ഫേക്ക് കുറേ ലോൺ ആപ്പുകളുടെ പ്രൊമോഷൻസ് ഒക്കെ. അപ്പോൾ ഇത് പ്രൊമോഷൻ കൊടുക്കണ കമ്പനികൾക്ക് അറിയാം ഇതിൽ എന്താ പറയുക ഈ കാണുന്നവരിൽ എത്ര അധികം എന്താ വെച്ചാൽ അവർ ഇത് നോക്കിയിട്ടാണ് അവർക്ക് എത്ര അധികം വ്യൂവർഷിപ്പ് കിട്ടണമെന്ന് നോക്കിയിട്ടാണ് അവർ ഇവരൊക്കെ കോൺടാക്ട് ചെയ്യുന്നത്. വെച്ചാൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നത് ഈ ഡെയിലി വ്ളോഗ്സിനൊക്കെയാണ്. അപ്പോൾ അവർക്കറിയാം അത് കാണുന്ന ആൾക്കാരുടെ എന്താ പറയുക റൂട്ടിൽ പോകുന്ന എത്ര അധികം ഡോങ്കികളുണ്ട് അല്ലെങ്കിൽ മങ്കികളുണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് എത്ര ആൾക്കാർക്ക് അവർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് അവർക്ക് ബിസിനസ് ഇറക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഈ ബാക്കിയുള്ള എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ കണ്ടോടൊക്കെ പോട്ടെ. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ എന്ന് വെച്ചാൽ ഞാൻ റീസെന്റ് ഒരു വീഡിയോയിൽ കണ്ടു, ഒരു രജിസ്ട്രേഷൻ ഒരു ഫേക്ക് ഒരു സംഭവങ്ങളില്ലാത്ത ഒരു ലോൺ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടൊരു വീഡിയോ. അതിൽ എനിക്ക് തോന്നുന്നത് അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു 98% ആൾക്കാരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് രജിസ്റ്റേർഡ് ആണോ, ഇത് ഒറിജിനൽ ആപ്പാണോ എന്ന് പോയി 10 പൈസ വരില്ലാത്ത ആൾക്കാരൊക്കെ ഈ സാധനത്തിന്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ പോയി ചാടി കഴിഞ്ഞാൽ അവനെ പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവരെടുത്തുകൊണ്ട് പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ എവിടെ പോയിട്ടും ഒരു കാര്യമില്ല, കുത്തുവാലെടുക്കും, അത് രണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് പറഞ്ഞു മാത്രം. എന്താ വെച്ചാൽ അതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് നമ്മൾ പറയണമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് ഇതുപോലെ ഫൈനാൻഷ്യൽ ഫ്രോഡുകളിലും കാര്യങ്ങളൊക്കെ പോയി പെടുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് വെച്ചോട്ടെ ഞാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസൊല്യൂഷൻസിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് പരമായിട്ടും അതുപോലെ തന്നെ ഫൈനാൻഷ്യലും ആയിട്ടാണ് നമ്മൾ റെസൊല്യൂഷൻസ് എടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഒരു നോർമലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് എടുത്തേക്കുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾസ് അല്ലെങ്കിൽ ഹൈ റിച്ച് പീപ്പിൾസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പീപ്പിൾസിൻ്റെ ഒക്കെ റെസൊല്യൂഷൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ മെസ്സേജ് വന്നതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മറക്കാണ്ടിരിക്കാൻ. അപ്പോൾ ആദ്യത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആണ്, ഫൈനാൻഷ്യൽ റെസൊല്യൂഷൻ ആണ്. ഞാനത് മിക്സ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ബോറടിയും. ബഡ്ജറ്റിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും, വരവും ചിലവും നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് ചിലവാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ലാത്ത മെയിൻ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പുതിയ ജെൻസ്, അത് നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടായിരിക്കും. പുതിയ ജെൻസ് എന്താ പറയുക, Gen X ആൾക്കാർക്ക് ഇല്ലാത്ത സംഭവമാണ്. എല്ലാവരും ഇപ്പോൾ ലോൺ ട്രാപ്പിലും ക്രെഡിറ്റ് ട്രാപ്പിലും ഒക്കെയാണ്. അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന സംഭവമാണ് ഈ ബഡ്ജറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു റെസൊല്യൂഷനാണ് നമുക്ക്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വേറെ മ്യൂച്വൽ ഫണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഡൈവേഴ്സിഫൈ ചെയ്യുക. നിങ്ങളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമാണെങ്കിൽ US സ്റ്റോക്സ് മാർക്കറ്റിൽ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സുഖമായിട്ട് അതിന് ഈസിലി നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമാണെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ടും ചെയ്യാം, REIT-യിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസുകളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട. മൂന്നാമത്തെയാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ നോർമലി എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക ഒരു 6 മാസം തൊട്ട് 12 മാസത്തെയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ നീഡ്സുകൾ മാത്രമായിട്ടുള്ള എമൗണ്ടിന്റെ ഒരു 6 മടങ്ങ് അല്ലെങ്കിൽ 12 മടങ്ങായിട്ട് വെക്കണതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഇൻകം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കപ്പ് പോലെ സംഭവം ഉപയോഗിക്കുന്നതാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അത് മിക്ക എല്ലാവരും ഫൈനാൻഷ്യലി നോളജ് ഉള്ള എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും കീപ്പ് ചെയ്യാൻ മറക്കണ്ട. നാലാമത്തെയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, വേണമെങ്കിൽ എടുക്കാൻ മാത്രമേ ഉള്ളൂ. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ഫാമിലി അനുസരിച്ചിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് ആവശ്യമുള്ളൂ. എല്ലാവർക്കും ആവശ്യം വരാറില്ല നോർമലി. ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എല്ലാവരും എടുത്തു വെക്കേണ്ട ഒരു സംഭവമാണ്. അത് മാത്രമല്ല ചുമ്മാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ബസാർ എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ കണ്ടിട്ട് പോയി എടുത്തു വെക്കലല്ല. അത് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണോ, നല്ല സെറ്റിൽമെന്റ് റേഷ്യോ ഉണ്ടോ, നിങ്ങൾക്ക് പറ്റാവുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ്. കുറേ ടൈപ്പ് ഒരു ബ്രാൻഡ് തന്നെ ഇഷ്ടം പോലെ ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ. അതൊരു എക്സ്പേർട്സിനെ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം എടുക്കാൻ നോക്കുക, അറിയാത്തവർ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനത്തെ 10 വയസ്സേക്ക് വരില്ലാത്ത ആൾക്കാർ പ്രൊമോഷൻ വീഡിയോ ചെയ്തൊരു പോളിസി ബസാറിന്റെ മെയിനായിട്ട് പോളിസി ബസാറിന്റെ 10 വയസ്സേക്ക് ഉള്ളില്ല കേട്ടോ. പോളിസി ബസാറിന്റെ സപ്പോർട്ടും സംഭവമൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ അതിനായിട്ടും ഭേദം ഡയറക്റ്റായിട്ട് വേറെ ഇപ്പോൾ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുകയാണ്. അത് ഇഷ്ടം പോലെ റിവ്യൂ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പോളിസി ബസാറിന്റെ. അപ്പോൾ ബ്രാൻഡുകൾ തന്നെ നോർമലി റെക്കമെൻഡ് ചെയ്യാറില്ല ഇങ്ങനത്തെ. അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക. അതൊരു ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമല്ല കേട്ടോ. അപ്പോൾ അടുത്ത ഒരു റെസൊല്യൂഷനാണ്, ഞാൻ ആക്ച്വലി ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ റീസണിൽ നിന്ന് അറിയാം, എനിക്ക് ആക്ച്വലി ഡിസ്ക് ഇഷ്യൂസ് ഉണ്ട് നെക്കിൻ്റെ. മിക്ക ആൾക്കാർക്കും ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കമ്പ്യൂട്ടറിന് മുമ്പിലും ഇരിപ്പും സംഭവമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ജിം വർക്കൗട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പറ്റിയ ജിം ഏരിയസിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വർക്കൗട്ടും ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ മെയിനായിട്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഡിക്രീസ് ഷുഗർ ഇൻടേക്ക്. അതായത് ഷുഗർ നമ്മൾ കഴിക്കുന്നതിനെ ഒരു കൺട്രോളല്ല ഭയങ്കര കുറയ്ക്കാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അത്യാവശ്യം എന്താ പറയുക ആരോഗ്യപരമായിട്ട് നമുക്ക് നല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഫാറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറയും. ഒരു മാസം നിങ്ങൾ ഷുഗർ നിർത്തിയാൽ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ ഷുഗർ ഇൻടേക്ക് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞു കേട്ടോ. അതൊക്കെ നമ്മൾ തുടങ്ങാൻ പോണ സംഭവമല്ല, തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഷുഗർ ഇൻടേക്ക് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ്, ഇത് മിക്ക ആൾക്കാർക്കും ചെയ്യേണ്ട ഒരു പരിപാടിയായിരിക്കും. എന്താ വെച്ചാൽ റെഡ്യൂസ് അൺനെസസറി EMI പർച്ചേസ്. അതായത് നമുക്ക് അൺനെസസറി ആയിട്ട് EMI പർച്ചേസുകൾ കുറയ്ക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് EMIs. ഇപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഓക്കെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വാങ്ങിക്കണം. അല്ലാണ്ട് നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് സന്തോഷം വേണം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും വേണം, അതെല്ലാം വേണം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് അൺനെസസറി തിങ്സ് കേട്ടോ. അപ്പോൾ അൺനെസസറി EMI പർച്ചേസ് കുറയ്ക്കാൻ നോക്കുക. അടുത്തതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. അത് നിങ്ങളൊരു SIP ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഇപ്പോൾ ഈ കൊല്ലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എമൗണ്ട് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 10% എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾക്കറിയാം സ്റ്റെപ്പ് അപ്പ് ഫീച്ചറൊക്കെ നിങ്ങളുടെ ഇപ്പോൾ SIP-യിലൊക്കെ നമുക്ക് മിക്ക ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് SIP എമൗണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോയിട്ട് SIP എമൗണ്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യുക, 10% മിനിമം ഇൻക്രീസ് ചെയ്യുക. ലാസ്റ്റത്തെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ പറയുക ഒരു ഫോക്കസിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സെറ്റ് ഗോൾ എല്ലാ ആൾക്കാരും, അതായത് ഇപ്പോൾ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സും ഇപ്പോൾ മൾട്ടി മില്യനേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മിക്ക എല്ലാവർക്കാരും ചെയ്ത ഒരു സംഭവമാണ്. അങ്ങനെയാണ് അവർ ആ ഗോളിൽ എത്തിക്കഴിഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഫോക്കസിങ് കിട്ടുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയാണ്. അത് നമുക്ക് ഫൈനാൻഷ്യലി മാത്രമല്ല എല്ലാത്തിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഫിറ്റ്നസ് പരമായാലും നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിലോ കുറയണം, 15 കിലോ വളരണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വർക്ക് സംഭവങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതേപോലെ തന്നെ ഫൈനാൻഷ്യലിലും നിങ്ങൾക്ക് ഇത് ഇതിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ സെറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി മാത്രമല്ല എല്ലാത്തിനും ഉപയോഗിക്കാം. ഇപ്പോൾ ഫിറ്റ്നസ് പരമായാലും ഹെൽത്ത് പരമായാലും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും കരിയർ പരമായാലും എന്തായാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇത് സാധനം ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഫൈനാൻസ് നമ്മൾ മെയിൻ ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇപ്പോഴത്തെ റെസൊല്യൂഷൻസ്. അപ്പോൾ നിങ്ങളുടെ റെസൊല്യൂഷൻസ് എന്തൊക്കെ എടുത്തേക്കണം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് നൽകാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട. പഠിച്ചു